നമസ്കാരം. തൃക്കരിപ്പൂർ എം.എൽ.എയും കോൺഗ്രസ് നേതാവുമായ സന്ദീപ് വാര്യർക്ക് നേരെ ഫോണിലൂടെ ക്രൂരമായ വധഭീഷണി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:18ഓടെയാണ് എം.എൽ.എയെ വെടിവെച്ചു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഫോൺ കോൾ എത്തിയത്. ചെറുത്തൂരിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത ശേഷം തൃക്കരിപ്പൂർ ഭാഗത്തേക്ക് തിരിച്ചു പോകാനായി സ്വന്തം കാറിൽ കയറിയിരിക്കുന്നതിനിടയിലാണ് വധഭീഷണി സന്ദേശവുമായി അജ്ഞാതന്റെ കോൾ വരുന്നത്. ഫോൺ വിളിച്ചയാൾ എം.എൽ.എക്ക് നേരെ കടുത്ത അസഭ്യവർഷം നടത്തുകയും വെടിവെച്ചു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. സംഭവത്തെ തുടർന്ന് കടുത്ത ജീവഭയമുണ്ടെന്ന് വ്യക്തമാക്കിയ സന്ദീപ് വാര്യർ ഉടൻ തന്നെ ചന്ദേര പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി ഭീഷണി വന്ന ഫോൺ നമ്പർ സഹിതം രേഖാമൂലം പരാതി നൽകി. എം.എൽ.എയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചന്ദേര പോലീസ് ഔദ്യോഗികമായി കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്നാണ് തനിക്ക് ഫോൺ കോൾ വന്നതെന്ന് സന്ദീപ് വാര്യർ പോലീസ് നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നു. വാരണാസിയിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് ഫോൺ ചെയ്തയാൾ തന്നെ വ്യക്തമാക്കിയതായും പരാതിയിലുണ്ട്. എന്നാൽ ഈ ഫോൺ കോളിന് പിന്നിൽ കേരളത്തിലെ കൊല്ലം സ്വദേശിയായ ഒരാളെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വാരണാസി കേന്ദ്രീകരിച്ചും ഒപ്പം കൊല്ലം സ്വദേശിയായ വ്യക്തിയെ കേന്ദ്രീകരിച്ചുമുള്ള അന്വേഷണ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സൈബർ വിങ്ങിന്റെ സഹായത്തോടെ ഫോൺ കോളിന്റെ കൃത്യമായ ഉറവിടത്തെക്കുറിച്ചും പ്രതിയെക്കുറിച്ചുമുള്ള വ്യക്തമായ വിവരങ്ങൾ കണ്ടെത്താനായി ചന്ദേര പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതിയെ എത്രയും വേഗം പിടികൂടാനുള്ള സൈബർ രേഖകൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. അതേസമയം തനിക്ക് നേരെ ഉണ്ടായ ഈ വധഭീഷണിക്ക് പിന്നിൽ RSS പ്രവർത്തകരാണെന്ന് തൃക്കരിപ്പൂർ എം.എൽ.എ സന്ദീപ് വാര്യർ പരസ്യമായി ആരോപിച്ചു. ഫോൺ വിളിച്ചയാൾക്ക് സംഘപരിവാർ ബന്ധമുണ്ടെന്നാണ് സംശയിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എം.എൽ.എക്ക് നേരെ വധഭീഷണി ഉയർന്ന അതീവ ഗൗരവതരമായ സാഹചര്യത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിഷയത്തിൽ നേരിട്ടിടപെട്ടു. സംഭവത്തെക്കുറിച്ച് അതീവ ഗൗരവത്തോടെ അന്വേഷണം നടത്തുമെന്നും ജനപ്രതിനിധിയെ വധിക്കുമെന്ന് ഭീഷണി മുഴക്കിയ കുറ്റവാളിയെ എത്രയും വേഗം പിടികൂടി കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും രമേശ് ചെന്നിത്തല ബന്ധപ്പെട്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി. രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിലും പ്രതിക്കായുള്ള തെരച്ചിൽ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്.